ഗായ്സ് നമ്മളിന്ന് മുട്ടച്ചോറുണ്ടാവുകയാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ മുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ തക്കാളി അരിഞ്ഞ്, പിന്നെ ചോറുണ്ട്. ഇത് നമ്മൾ എണ്ണയും ഉള്ളിയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി വേണം, കുരുമുളക് പൊടി വേണം, ഗരം മസാല വേണം, മഞ്ഞൾപ്പൊടി വേണം, ഉപ്പ് വേണം. അത് 2 മുട്ടയും കൂടെ, നിങ്ങൾ കുറേ പേരുണ്ടെങ്കിൽ കുറച്ച് ചോറും കൂടെ. നമ്മൾ കുറച്ച് പേര് ഉള്ളതുകൊണ്ടാണ് 2 മുട്ട എടുത്തത്. ഫസ്റ്റ് തന്നെ മുളക് പൊടി ഇങ്ങനെ എണ്ണയിൽ വറുത്തിട്ട് മുളക് പൊടി ഇടണം. ഉള്ളിയൊക്കെ എണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയൊക്കെ ഇട്ടിട്ട് മുളക് പൊടി 2 സ്പൂൺ ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ആക്കണം. നല്ലോണം മിക്സാക്കി കുറച്ച് നേരം പാനിൽ വയ്ക്കണം. പാനി വയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ഗരം മസാല 1 സ്പൂൺ എടുത്ത് അതിൻ്റെ അകത്തോട്ട് ഇടണം. കുരുമുളക് പൊടിയാണ്, ഗരം മസാല അല്ല. കുരുമുളക് പൊടി നല്ലോണം ഇതാക്കണം. എന്നിട്ട് നമ്മൾ ഗരം മസാല ഇടണം. ഗരം മസാല അങ്ങോട്ട് ചേർത്ത് കുറച്ച് ഇളക്കണം. മഞ്ഞപ്പൊടിയും കൂടെ ഇടണം. മഞ്ഞപ്പൊടിയും കൂടെ ഇടണം. എന്നിട്ട് നല്ലോണം ഇളക്കണം. ഇത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇത് കുറച്ചും കൂടെ ഇളക്കണം. ഇത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക, അടി പിടിക്കാതിരിക്കാനാണ്. എന്നിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ടിട്ട് കുറച്ച് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഗായ്സ് അത് ഗ്യാസ് കയറുന്നതാണ്. ഇപ്പോൾ കത്തിച്ചിട്ടുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കണം. നമ്മൾ ഗ്യാസ് കുറച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കുക. 1 സ്പൂൺ വെള്ളവും കൂടെ ഒഴിക്കുക. നേരത്തെ നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന തക്കാളി അതിൻ്റെ അകത്തൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇളക്കണം. അരിഞ്ഞ് വെച്ചിരുന്ന മുളകും നമ്മൾ ഇളത്തിട്ട് ഇളക്കണം. അതെല്ലാം കൂടെ കൂട്ടി ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നന്നായി നമ്മൾ തോനെ നേരം ഇളക്കി കൊടുക്കേണ്ടതാണ്. നന്നായിട്ട് നമ്മൾ അടച്ച് വയ്ക്കണം കുറച്ച് നേരം. എത്ര മിനിറ്റ് എടുക്കും? അതിങ്ങനെ വറ്റണം. അതുവരെ നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം വെയിറ്റാണ് ഗായ്സ്. അങ്ങനെ ഇതിൻ്റെ അടപ്പ് തുറക്കാൻ പോവുകയാണ്. കുറച്ച് നേരമായി അടപ്പ് തുറക്കാൻ പോവുകയാണ്. ഗായ്സ് നല്ലോണം ഒന്ന് കുറച്ചും കൂടി ഇളക്കി കൊടുക്കുക. എന്നിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് അല്ല, കുറച്ച് വെള്ളം, 1 സ്പൂൺ ഒഴിച്ചിട്ടുള്ളൂ ചെറിയ. ഗായ്സ് അങ്ങനെ നമ്മൾ കൂടെ ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെക്കേണ്ടതാണ്, അല്ലെങ്കിൽ അടി പിടിക്കുക. അതുകൊണ്ടാണ് ചോറ് ഇപ്പോഴും കാത്തിരിക്കുകയാണ് ഇടാൻ വേണ്ടി. നമ്മൾ കുറച്ച് ചോറ് ഇടുന്നുള്ളൂ. നിങ്ങൾ തോനെ പേരുണ്ടെങ്കിൽ വലിയ ഇതൊക്കെ ചെയ്യണം. നല്ലോണം കൂടുതൽ ഇടണം. പക്ഷേ ഒരുപോലെ ഇടാവോള്. മുളക് പൊടിയൊന്ന് കൂടുതൽ ഇടല്, ഉപ്പൊക്കെ കുറച്ചൊക്കെ ഇടാവോള്. അങ്ങനെ നമ്മൾ അത് തുറക്കാം.